വിശുദ്ധ യൗസേ പിതാവിനോടുള്ള ഭക്തിയുടെ ആവശ്യകത. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിശുദ്ധരോടുള്ള ഭക്തിയെ നിരുത്സാഹപ്പെടുത്തിയതായി ചിലർക്കെല്ലാം ഒരു തോന്നലുണ്ട്. എന്നാൽ അത് ശരിയല്ല, മറിച്ച് വിശുദ്ധരോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യൗസേപ്പിനോടുമുള്ള ഭക്തിയിൽ സഭാംഗങ്ങൾ പുരോഗമിച്ച് കാണുവാൻ തിരുസഭ ആഗ്രഹിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിനെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. കൂടാതെ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് നടക്കുന്ന അവസരത്തിൽ ലത്തീൻ കുർബാനയിൽ പരിശുദ്ധ കന്യകയെ അനുസ്മരിപ്പിച്ചതിന് ശേഷം വിശുദ്ധ യൗസേപ്പിനെയും അനുസ്മരിപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ തന്നെ പ്രഖ്യാപിച്ചു. വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തി ആധുനിക യുഗത്തിലും അനുപേക്ഷണീയമാണ്. അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ നമ്മുടെ സവിശേഷമായ ഭക്തി വണക്കങ്ങൾക്ക് അർഹനാണ്. വിശുദ്ധ യൗസേ പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിന്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായതിനാൽ മറ്റ് സകല വിശുദ്ധരേക്കാൾ നമ്മുടെ വണക്കത്തിന് അർഹനാണല്ലോ. അദ്ദേഹം തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനാണ്. കുടുംബജീവിതക്കാരുടെയും സന്യാസിനികളുടെയും വൈദികരുടെയും ആദർശ പുരുഷനും അത്രേ. ഒരു മാതൃക തൊഴിലാളിയുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ഏറ്റവും ആദർശയോഗ്യനായ മാതൃകയായി വിശുദ്ധ യൗസേപ്പിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. വിശുദ്ധ യൗസേപ്പ് പരിത്രാണ പരിപാടിയിൽ വഹിച്ച സമുന്നതമായ സ്ഥാനം നാം പരിഗണിക്കുമ്പോഴും നമ്മുടെ ഭക്ത്യാദരങ്ങൾക്ക് അർഹനാണ്. വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തി ആധ്യാത്മികവും ഭൗതികവുമായ അനേകം അനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്നതിന് പര്യാപ്തമത്രേ. പൗരാണിക കാലം മുതൽ കേരള കത്തോലിക്കരുടെ ഇടയിൽ മാർ യൗസേപ്പിനോടുള്ള ഭക്തി നിലനിന്നിരുന്നു. ജോസഫ് എന്നു പേരുള്ള ഒരു വ്യക്തിയെങ്കിലും ഇല്ലാത്ത കുടുംബങ്ങൾ വിരളമാണല്ലോ. കേരള കർമ്മലീത്ത സഭയുടെ സ്ഥാപനത്തോടെ ആ ഭക്തി പൂർവാധികം ശക്തി പ്രാപിച്ചു.